ഞാൻ തന്നെയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കഥ മെനഞ്ഞതും തന്ത്രമുണ്ടാക്കിയതും നടപ്പിലാക്കിയതും. എന്തായാലും നിധിയുടെ കൂളിംഗ് ഗ്ലാസ് ഓപ്പറേഷൻ ഗംഭീരമായിട്ടുണ്ട്. ചെയ്ത തെറ്റുകൾ മുഴുവൻ അക്കമിട്ട് നിരത്തി CKC തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? സോളിഡായിട്ടൊരു തെളിവ് കണ്ടെത്തണമെന്ന് നിധിയോട് പറഞ്ഞപ്പോഴും ഇത്രയും വലിയൊരു എവിഡൻസ് കൊണ്ടുവരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വെൽഡൻ നിധി, സൂപ്പർ. എനിക്ക് CKCയെ തളയ്ക്കാൻ ഏതറ്റം വരെയും പോയേ മതിയാവൂ മാഡം. അതുകൊണ്ടാ ഇങ്ങനൊരു അറ്റകൈ പ്രയോഗത്തിന് മുതിർന്നത്. ഇനി ഒന്നും നോക്കാനില്ല നിധി. ഈ വീഡിയോ എനിക്കും അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇതുകൂടി ചേർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പെർജുറി കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്താൽ മാത്രം പോരാ മാഡം. എത്രയും പെട്ടെന്ന് CKCയെ അറസ്റ്റ് ചെയ്യാനുള്ള കോടതി ഉത്തരവ് നമുക്ക് നേടിയെടുക്കണം. അതിലൊരു പ്രോബ്ലം ഉണ്ട് നിധി. പെർജുറി കേസ് ഫയൽ ചെയ്താൽ ഉടനെ കോടതി അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യില്ല. എന്തായാലും കോടതി CKCക്ക് 3 നോട്ടീസുകൾ അയക്കും. ഇത് 3ഉം കൈപ്പറ്റിയിട്ടും CKC കോടതിയിൽ ഹാജരായില്ലെങ്കിൽ മാത്രമേ കോടതി വാറന്റ് പുറപ്പെടുവിക്കൂ. ഈ നോട്ടീസുകളൊക്കെ അയച്ച് അത് CKCയുടെ കയ്യിൽ കിട്ടിയാൽ അത് അയാൾക്കൊരവസരമാവും. രക്ഷപ്പെടാനുള്ള അടുത്ത പഴുത് അയാൾ ഉറപ്പായി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അറസ്റ്റ് ചെയ്ത് CKC കോടതിയിൽ ഹാജരാക്കിയാൽ തന്നെ ഉടനെ ഒന്നും ശിക്ഷ വിധിക്കാൻ സാധ്യതയില്ല. അയാൾക്ക് ജാമ്യാപേക്ഷ വയ്ക്കാം. ആ ജാമ്യാപേക്ഷയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ജാമ്യം കൊടുത്ത സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പരാതി കൊടുത്തവരുടെ ജീവന് തന്നെ ആപത്താകുമെന്നും പറഞ്ഞ് അയാളെ ഞാൻ റിമാൻഡ് ചെയ്യിച്ചോളാം. പക്ഷേ 3 നോട്ടീസുകൾ അയച്ചതിന് ശേഷമല്ലേ അറസ്റ്റ് നടക്കുകയുള്ളൂ. അതൊഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു കാരണവശാലും നോട്ടീസ് ഒഴിവാക്കാൻ പറ്റില്ല. അത് കോടതി നടപടിയാ. എനിക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നോട്ടീസ് വേഗത്തിലാക്കാം. എന്ന് വെച്ചാൽ നോട്ടീസുകൾക്കിടയിലുള്ള കാലതാമസം ഒഴിവാക്കി ഒന്ന് സ്പീഡപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു സ്ഥിരം ഏർപ്പാടാണ്. ആ നോട്ടീസുകൾ CKCയുടെ കയ്യിൽ കിട്ടരുത്. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? നോട്ടീസ് CKCയുടെ കയ്യിൽ കിട്ടാതിരുന്നാൽ 3 നോട്ടീസ് കഴിഞ്ഞിട്ടും അയാളൊന്നും അറിയുകയില്ല. കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് അയാളെ അറസ്റ്റ് ചെയ്യും. CKCയുടെ ബർത്ത്ഡേ വരുന്നുണ്ട് മാഡം. ആ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കരുത്. അതിനു മുൻപ് എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യിക്കണം. എന്തെങ്കിലും വഴിയിലൂടെ നോട്ടീസ് അയാളുടെ കയ്യിൽ എത്തിക്കാതിരിക്കാൻ പറ്റുമോ? മാഡം ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ കേസ് മൂവ് ചെയ്തോളൂ. നോട്ടീസ് അയാളുടെ കയ്യിൽ കിട്ടാതിരിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിക്കോളാം. അതിൽ നിധി വിജയിച്ച CKCയെ ജയിലിലടയ്ക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ പർച്ചേസ് ഫയൽ നോക്കി വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഒപ്പിട്ട് കൊടുക്കാവൂ. കഴിഞ്ഞ തവണ അവന്മാർ ചെയ്തറിയാലോ. 80,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ 10,000 സ്ക്വയർ ഫീറ്റ് കുറവുണ്ടായിരുന്നു. ഒന്നാമതേ കഷ്ടകാലമാണ്. വേണമെങ്കിൽ കൃത്യസമയത്ത് തന്നെ നിധി എന്നെ പുറത്തു വെച്ച് കാണും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് എനിക്ക് താക്കീത് തന്നിരിക്കുന്നതാ. തനിക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു കാര്യം ചെയ്യ്, ലോഡ് ഇറക്കണ്ട. ഞാൻ വന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം. ശരി. നീ നിധിയേയും കൂട്ടി എന്റെ ഓഫീസിലേക്ക് വന്നിട്ട് ഷോയും കാണിച്ചിട്ട് പോയതല്ലേ? പിന്നെ എനിക്ക് ഇപ്പോഴാ നിന്നെ കൈ കിട്ടിയത്. എന്റെ ഓഫീസിൽ കയറി വന്ന് എന്നെ നീ കൊല്ലാൻ നോക്കി. ഒരു തവണയല്ല, പലവട്ടം. എന്റെ ഓഫീസിൽ ആൾമാറാട്ടം നടത്തി കയറി
എന്റെ കാര്യങ്ങൾ നിധി കൊറ്റിക്കൊടുത്ത് ഞാൻ ഒളിപ്പിച്ചിരുന്ന പവിത്രനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ നീ അവൾക്ക് സഹായം ചെയ്തു.